തിരുവനന്തപുരം വർക്കലയിൽ കിടപ്പ് രോഗിയായ 60-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടന്നു. ഭിന്നശേഷിക്കാരനായ 40-കാരനാണ് വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയാ അലക്സ് റാം. ഇക്കഴിഞ്ഞ ചതയ ദിനത്തിൻ്റെ ഉച്ചയോടുകൂടെയായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത്. ഇത് തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 60-കാരിയായ കിടപ്പ് രോഗി, അവർ ഏറെക്കുറെ ചലനശേഷി നഷ്ടപ്പെട്ട ആളാണ് ഈ വയോധിക. അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അവർക്ക് ഭക്ഷണവുമായി അവരുടെ തൊട്ടടുത്ത വീട്ടിലെ 2 സഹോദരിമാർ, അതായത് ചതയ ദിനത്തിൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവുമായി സഹോദരിമാരെത്തി. ഈ സമയത്ത് ഈ വീടിനോട് സമീപത്ത് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു, അതായത് ഈ ഭിന്നശേഷിക്കാരനായ പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിക്ക് കൂടി ഈ സഹോദരിമാർ കൊണ്ടുവന്ന ഭക്ഷണം നൽകൂ എന്ന് ആ വയോധിക, കിടപ്പ് രോഗിയായ വയോധിക അവരോട് പറയുകയും ആ പ്രതിക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. തുടർന്ന് സഹോദരിമാർ വീട്ടിൽ നിന്ന് പോയതിനു ശേഷമാണ് ഇയാൾ അകത്തേക്ക് കയറി കട്ടിലിലേക്ക് വന്ന് ഈ വയോധികയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. തുടർന്ന് വയോധികയുടെ വാ പൊത്തിപ്പിടിക്കാനും ഇയാൾ ശ്രമിച്ചു. തുടർന്ന് ഇവർ ബഹളം ഒച്ച വെക്കുകയായിരുന്നു. തുടർന്ന് ഇവരുടെ ശബ്ദം കേട്ടാണ് സഹോദരിമാർ വീണ്ടും വീട്ടിലേക്ക് ഓടി വരുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം കാണുന്നത്. ഇയാൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. വർക്കല പോലീസിൽ അന്നു തന്നെ സഹോദരിമാർ ഈ സംഭവത്തെപ്പറ്റി പരാതി നൽകിയിട്ടുണ്ട്, രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. പ്രതിയെ ഇനിയും പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസമാകുന്നു ഈ പ്രതിക്കായുള്ള തിരച്ചിലാണെന്നാണ് വർക്കല പോലീസ് അറിയിക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.